സംസ്ഥാനത്ത് ഒരുപക്ഷെ പച്ചക്കറി വില വീണ്ടും വർദ്ധിച്ചേക്കാം എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട്ടിൽ ഉൽപ്പാദനം കുറഞ്ഞു എന്നുള്ളതാണ്. പാലക്കാട് വേലന്താവളം മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നത് ഇതിനെ തുടർന്ന് കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പച്ചക്കറി വിലയിൽ കാര്യമായ വർധനവ് പ്രതീക്ഷിക്കണം. ദിനവും നൂറുകണക്കിന് പച്ചക്കറി ലോറികൾ എത്തിയിരുന്ന തമിഴ്നാട് അതിർത്തിയിലെ വേലന്താവളം പച്ചക്കറി മാർക്കറ്റാണിത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് തിരിച്ചടി. തക്കാളിക്കും ഉണ്ടമുളകിനുമൊക്കെ വില കുത്തനെ ഉയർന്നിട്ടുണ്ട്. മറ്റുള്ള പച്ചക്കറികൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളാണ് ഇപ്പോൾ വേലന്താവളം മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നും അവിടെയും മഴയില്ലാത്ത ഒരു കാരണത്താൽ ഇപ്പോൾ മഴ കൂടിയിട്ടുണ്ട്. മഴ ഉള്ളതും കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. അത് കാരണം തക്കാളിക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒസൂരിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഇപ്പോൾ 1250 രൂപ ഒരു ബോക്സ് 28 കിലോയുടെ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയാണ് വില കുറവ്. കൊച്ചി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ പോകുന്നത് വേലന്താവളം മാർക്കറ്റ് വഴിയാണ്. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന വേലന്താവളം മാർക്കറ്റിൽ ഇപ്പോൾ പഴയ ആരവങ്ങളില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പച്ചക്കറി ഉൽപ്പാദനം തമിഴ്നാട്ടിൽ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പച്ചക്കറി എത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബ ബജറ്റ് താളം തെറ്റുക തന്നെ ചെയ്യും. വേലന്താവളത്ത് നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. എസ് വിനേഷ് കുമാർ നേരിട്ട് പങ്കെടുക്കുന്നു. വിനേഷ്, നമുക്കറിയാം കേരളത്തിന് പ്രധാനമായും പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട് ചതിച്ചാൽ അവിടെ എന്തെങ്കിലും കാർഷിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ, വെള്ളത്തിന്റെ ലഭ്യതക്കുറവുണ്ടായാൽ നമ്മൾ ഒരുപാട് ആശങ്കപ്പെടും. വലിയ വില കൊടുത്ത് പച്ചക്കറി വാങ്ങേണ്ടി വരും. സമാനമായ സാഹചര്യം ഇത്തവണയും ഉണ്ടാകുന്നു എന്നാണോ? എന്താണ് ആ മേഖല ഇപ്പോൾ നേരിടുന്ന പുതിയ പ്രതിസന്ധി? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പച്ചക്കറി പോകുന്നത്. അത് പാലക്കാട് വേലന്താവളം, തമിഴ്നാട് അതിർത്തിയിലെ വേലന്താവളം വഴിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വേലന്താവളത്ത് പോയിരുന്നു. വേലന്താവളത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് നൂറുകണക്കിന് ലോറികൾ ഓരോ ദിവസവും പച്ചക്കറിയുമായി എത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ലോറികൾ വരുന്നില്ല. കാരണം നമുക്കറിയാം കടുത്ത വേനൽ വലിയ തോതിൽ തന്നെ തമിഴ്നാട്ടിനെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥ കാരണം പച്ചക്കറി ഉൽപ്പാദനത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തന്നെ പച്ചക്കറി ഇപ്പോൾ നാമമാത്രമായ ലോറികൾ മാത്രമാണ് ഈ വേലന്താവളത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ ഒരു വില ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തക്കാളി വില 100 കടന്നു പലയിടത്തും. അതുപോലെ തന്നെ ഈ മുളകിന്, ഉണ്ടമുളകിനും അതുപോലെ തന്നെ നീളമുള്ള മുളകിനും 100 രൂപ, 120 മുതൽ 140 രൂപ വരെ വിലയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾക്കെല്ലാം പടവലം, ബീൻസ്, അമരപ്പയർ, കോളിഫ്ലവർ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കും എല്ലാം തന്നെ വില അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ കൃത്യമായി പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് എത്തിയില്ലെങ്കിൽ ഇനിയും വില കൂടാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പച്ചക്കറിക്ക് സാധാരണ ഇവിടെ തദ്ദേശീയമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് പാലക്കാട് പോലുള്ള ജില്ലകളെ ഇത് കാര്യമായി ബാധിക്കില്ല. പക്ഷേ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, അതുപോലെ തന്നെ എറണാകുളം പോലുള്ള ജില്ലകളിലേക്ക് പ്രധാനമായി ഇവിടുന്ന് പച്ചക്കറി പോകുന്നുണ്ട്. ഇവിടെയെല്ലാം സാധനങ്ങളുടെ വില അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും തക്കാളിക്ക് ഇപ്പോൾ പാലക്കാട് 50 രൂപയ്ക്കോ 60 രൂപയ്ക്കോ ഒക്കെ തക്കാളി കിട്ടുന്ന സ്ഥലമുണ്ട്. പക്ഷേ അങ്ങോട്ട് ഇപ്പോൾ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ തൃശ്ശൂരിലേക്കോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ വരെ തക്കാളിക്ക് ഇപ്പോൾ വില ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പച്ചമുളകിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പച്ചമുളകിന് 180 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 120 രൂപ വരെയാണുള്ളത്. 120 മുതൽ 140 രൂപ വരെ പലയിടത്തും പച്ചക്കറിക്ക് വിലയുണ്ട്, പച്ചമുളകിന് വിലയുണ്ട്. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ഈ പച്ചക്കറി എത്തിയില്ലെങ്കിൽ, പാലക്കാട് വേലന്താവളത്ത് പച്ചക്കറി എത്തിയാൽ അവിടെ നിന്നാണ് പല ഭാഗത്തേക്കും സപ്ലൈ ചെയ്യുന്നത്. അവിടെ പച്ചക്കറി വേണ്ട രീതിയിൽ എത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനിയും വില കുത്തനെ ഉയരും. അത് നമ്മുടെ കുടുംബ ബജറ്റിനെ ഉൾപ്പെടെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. പച്ചക്കറിയുടെ വരവ് തമിഴ്നാട്ടിൽ നിന്ന് കുറയുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പച്ചക്കറി വിലയിൽ വർധനവുണ്ടാകാനുള്ള പശ്ചാത്തലവും ഒരുങ്ങുന്നു. +1